Good afternoon. Good afternoon, ma'am. Good afternoon. കാണാൻ വിളിച്ചേ. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ എങ്ങനെയുണ്ട്? എപ്പോഴും മഴ തന്നെ മിസ്സേ. പനിയൊക്കെ പിടിച്ച് സൗണ്ടെല്ലാം കുറഞ്ഞിങ്ങനെ ഇരിക്കുക. പാടില്ല, പനിയാണോ? മിസ്സേ, ഓക്കെ. സിന്ധു ബൈജു. എവിടെയാ സ്ഥലം, എവിടെയാ സിന്ധു? മഴയുണ്ടോ? കേൾക്കുന്നില്ല. ഞാനാണ് മിസ്സേ. എന്തോ? ആതിരയാണ്. വേറെ ആരോടെല്ലാണോ ചോദിച്ചേ? ഞാൻ സിന്ധു ബൈജുവിനോട് ചോദിച്ചേ. അതിൽ പറഞ്ഞ് ഞാൻ കേട്ടു കേട്ടോ. ഞാൻ പറൂരാണ്, നോർത്ത് പറൂര്, വാണിയക്കാട്. നമുക്കിവിടെ മഴ മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലെ? ചെറുതായിട്ട് മഴ ഉണ്ട്, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഭക്ഷണം കഴിച്ചു എല്ലാവരും? കഴിച്ചു മാം. കഴിച്ചു. ശരി, കേറിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. Ma'am, prayer ഇപ്പൊ ചൊല്ലണോ? ഇല്ല, കുറച്ച് കുട്ടികളും വരട്ടെ കേട്ടോ. Okay, ma'am. പേജ് നമ്പർ 23 എടുക്കാട്ടോ എല്ലാവരും. ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻ അത് മാത്രമേ പറഞ്ഞുള്ളൂ മാം. അവിടം വരെ പറഞ്ഞുള്ളൂ. അത് ബ്രീഫ് ചെയ്ത് പറഞ്ഞല്ലേ, ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ്. ഓക്കെ. അതിനപ്പുറത്തെ പേജിൽ തുടങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer start ചെയ്തോ കേട്ടോ. Prayer. Prayer. Dear Lord, thank you for the gift of a new day. Please guide my steps and help me make choices that reflect your love and wisdom. Be with me in every moment. Give me clarity, strength, and purpose. Amen. Okay. Good afternoon, Joel. എല്ലാവരും സേഫ് ആണോ? മഴയൊക്കെ എങ്ങനെയുണ്ട്? ഒന്നുമില്ല. കുട്ടികൾക്കാണോ ആഘോഷമായിപ്പോയതല്ലേ? എത്ര ദിവസമായി അവധി? കണ്ടിന്യൂസ് ആയിട്ട്. ഇന്നിപ്പോ മൺഡേ എവിടെയും ക്ലാസ് ഉണ്ടായിരുന്നില്ലല്ലോ.
അല്ലേ? ഇല്ല മാം, ഉണ്ടായിരുന്നില്ല. അതെ. ട്രെയിനിങ്ങിന് പോകുന്നുണ്ട്, ഇന്റേൺഷിപ്പിന്. അപ്പൊ ഇപ്പൊ ഈ 3 ദിവസം അവധിയായ കാരണം അത് പോവാൻ പറ്റിയില്ല. അത് ബുദ്ധിമുട്ടാണ്. അതാണ് പ്രശ്നം. ഈ ആഗസ്റ്റിലൊക്കെ ഇന്റേൺഷിപ്പ് വന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് ഞാൻ ജൂലൈ 21 തൊട്ട് പോയി തുടങ്ങിയത്. അപ്പൊ അല്ല, ശരിക്കും അത് പറഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്താൽ മതി ക്ലാസ്. അതങ്ങനെ ആ ദിവസം തന്നെ പോകണമെന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ 15 ദിവസം എന്നാ പറഞ്ഞിരിക്കുന്നേ. ഈ കുഴപ്പമില്ല, അത് കംപ്ലീറ്റ് ചെയ്തെന്ന് പറയാൻ പോവാം കേട്ടോ. ഓക്കെ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? നമ്മള് ചാപ്റ്റർ 2 ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ചാപ്റ്റർ 2 ഹ്യൂമൻ റിലേഷൻസ് ആണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. യെസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളിതൊന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞല്ലേ. ടീച്ചർ ലേണർ റിലേഷൻസ്, ലേണർ ലേണർ റിലേഷൻസ്, ടീച്ചർ റിലേഷൻസ് ആൻഡ് ടീച്ചർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് റിലേഷൻസ്, ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ്. അന്നൊരു ഞാനൊന്ന് പോയിന്റ്സ് ആയിട്ട് അതൊക്കെ പറഞ്ഞു തന്നായിരുന്നില്ല, എന്നാ ഓരോന്ന് എടുത്തിട്ടില്ല എന്നുള്ളൂ അല്ലെ. ടീച്ചർ ട്രെയിനർ റിലേഷൻസ് എങ്ങനെയായിരിക്കണം? നിങ്ങളത് വായിച്ചാൽ മതി. വായിച്ച് നമ്മുടെ അത്രയും സമയം പോകണ്ടല്ലോ എന്നൊക്കെ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി അത്. ഓക്കെ, PDF കാണുന്നുണ്ടല്ലോ കേട്ടാ? കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് പറയാമോ ടീച്ചർ ലേണർ റിലേഷൻസ് എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചത്. ടീച്ചർ കുട്ടികളോട് എങ്ങനെയായിരിക്കണം, എങ്ങനെയുള്ള റിലേഷൻഷിപ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഫ്രണ്ട്ലി അപ്രോച്ച് അല്ലെ? ഓക്കെ, ആ, അതായത് ഗുഡ് പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓരോ കുട്ടിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ടീച്ചേഴ്സിന് നല്ല രീതിയിലൊരു പങ്കുണ്ട് അല്ലെ. അതായത് ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ അധ്യാപകർക്ക് നല്ല പങ്കുണ്ട്. ഗുഡ് ആഫ്റ്റർനൂൺ ഐശ്വര്യ. നമ്മള് ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നോക്ക്. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചർ ഏറ്റവും നല്ലൊരു സപ്പോർട്ടർ ആയിരിക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അക്കാദമിക് ആണെങ്കിലും അതല്ലാതെ മറ്റ് ആസ്പെക്ട്സുകളാണെങ്കിലും ഇതെല്ലാം തന്നെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും നല്ല രീതിയിലൊരു സപ്പോർട്ട് കിട്ടുന്ന, റെഗുലർ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം ആര്? അധ്യാപിക എന്ന് പറയുന്നത് അല്ലെ. അതായത് കുട്ടികളുടെ എല്ലാ നീഡ്സും എല്ലാ പ്രയോറിറ്റി മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പ്രത്യേകിച്ച് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പല നീഡ്സ് ഉണ്ട്. അവർക്ക് പല രീതിയിലുള്ള ആവശ്യകതകളുണ്ട്. സൈക്കോളജിക്കൽ ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്, ഫിസിക്കൽ നീഡ്സ് ഉണ്ട്, അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും അല്ലെ. അപ്പൊ ക്ലാസ് റൂമിനകത്ത് ആ ഒരു ടീച്ചറും കുട്ടിയും തമ്മിൽ എപ്പോഴും എന്താണ് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലാതെ നമ്മൾ എന്താണ് ആ ഒരു ഇന്റിമസി എപ്പോഴും നിലനിർത്തുന്ന രീതിയിലായിരിക്കണം കുട്ടികളോട് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വളരെ അവരുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്ന രീതിയിൽ, അതായത് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട എല്ലാത്തരം സപ്പോർട്ട് കൊടുക്കാനും, അതേപോലെ തന്നെ എന്താണ് ദെൻ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം ടീച്ചേഴ്സ് എപ്പോഴും കാണിക്കണം. അതേ സപ്പോർട്ടും കുട്ടികളുണ്ട്. ടീച്ചർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ച് കുട്ടികൾ എന്ത് ചെയ്യണം? കുട്ടികൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്തിരിക്കണം. ടീച്ചേഴ്സിനോട് കുട്ടികൾക്ക് എന്തുണ്ടാവും? ഉത്തരവാദിത്തം, റെസ്പെക്ട് എന്ന ഒരു വാല്യൂ എപ്പോഴും കാണിക്കേണ്ടതാണ് അല്ലെ. തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ആ റെസ്പെക്ട്, കുട്ടികളെയും ടീച്ചറും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർ പോകുന്നത് അല്ലെ. അപ്പൊ അതിനാൽ തന്നെ എന്താണ് ആ അധ്യാപകൻ തമ്മിലുള്ള ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ബഹുമാനപൂർവമായ ഒരു അന്തരീക്ഷത്തിലായിരിക്കണം ക്ലാസ് റൂംസുകൾ പടുത്തുയർത്തേണ്ടത്. ഓക്കെ, ഇനി അപ്പൊ ടീച്ചറിന്റെ സപ്പോർട്ട് കിട്ടുമ്പോൾ തന്നെ കുട്ടികൾക്ക് എന്താണ് പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം കൂടും അല്ലെ. ആ പഠനാന്തരീക്ഷം, നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ അറ്റ്മോസ്ഫിയറിൽ തന്നെ മാറ്റങ്ങൾ വരുമ്പോൾ, പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് എന്ത് തോന്നും? അവർക്ക് ക്രിയേറ്റീവ് ആയിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻസ് കിട്ടും അല്ലെ. അപ്പൊ അധ്യാപകർ കുട്ടികളെ മോട്ടിവേഷൻ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് നല്ല രീതിയിൽ പഠനത്തിന് മാത്രമല്ല, പാഠ്യപ്രവർത്തനങ്ങൾ മാത്രമല്ല പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും ടീച്ചേഴ്സ് എന്താണ് കുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ എന്താണ് കുട്ടികളും അധ്യാപകരും തമ്മിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടാൻ. ഓക്കെ, ഇനി നമ്മളെ നല്ല ക്ലാസ് റൂമിന് എന്തെല്ലാം ഘടകങ്ങൾ ഉണ്ടായിരിക്കണം? ടീച്ചർ ലേണർ തമ്മിലുള്ള ഒരു നല്ല ക്ലാസ് റൂമിന് പ്രധാനമായിട്ടും എന്തെല്ലാം ഘടകങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത്? എന്തൊക്കെ ഘടകങ്ങൾ ഉണ്ടായിരിക്കണം? എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂം എന്ന് പറയുന്നത്? നമുക്ക് തുറന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കണം അല്ലെ. അതായത് ക്ലാസ് റൂംസ് ആർ ഓപ്പൺ ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. തുറന്ന ആശയവിനിമയം, അധ്യാപകനും കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന രീതിയിൽ ആശയവിനിമയം നടത്താൻ സാധിക്കണം. പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരെയും പങ്കാളിത്തം ഉറപ്പുവരുത്താൻ
അധ്യാപകരും കുട്ടികളും തമ്മിൽ ക്ലാസ് റൂമിൽ 50 കുട്ടികളുണ്ടോ 50 കുട്ടികളുടെയും പാർട്ടിസിപ്പേഷൻസ് ഉറപ്പുവരുത്താനായിട്ട് അധ്യാപകർക്ക് സാധിക്കണം. ദെൻ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് കുട്ടികൾക്ക് അവരുടേതായ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ അധ്യാപകർക്ക് എല്ലാത്തരം പിന്തുണകൾ കൊടുക്കാവുന്നതാണ് അല്ലെ. ദെൻ അതേപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന സിലബസ് എപ്പോഴും കർശനമായ സിലബസ് ആണോ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കേണ്ടത്? നമ്മൾ എങ്ങനെയുള്ള സിലബസ് ആയിരിക്കണം? ഇങ്ങനെയുള്ള സിലബസ് ആയിരിക്കണം നമുക്ക് വേണ്ടത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സിലബസ് ആയിരിക്കണം അല്ലെ. അതായത് റിജിഡ് ആവരുത്, കർശനമാവരുത്. ഫ്ലെക്സിബിൾ സിലബസ് ഓറിയന്റഡ് ആണെങ്കിൽ കുട്ടികൾക്ക് എന്താണ് അവരുടെ ആ ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയറിൽ തന്നെ എന്താണ് ഒത്തിരി വ്യത്യാസങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ. ദെൻ അതേപോലെ തന്നെ കുട്ടികളിൽ പല രീതിയിലുള്ള വാല്യൂസ് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചേഴ്സിന് ഈ ഒരു സമയത്ത് ടീച്ചർ നല്ല റിലേഷൻഷിപ്സ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ എന്താണ് എന്തെല്ലാം വാല്യൂസ് കൂടി അവിടെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്ക്? ഓണസ്റ്റി, സത്യസന്ധത എന്നൊരു വാല്യൂ ഡെവലപ്പ് ചെയ്യോടെ. സത്യസന്ധമായി പ്രവർത്തിക്കാൻ അധ്യാപിക കുട്ടികളോട് പഠിപ്പിക്കും. തീർച്ചയായിട്ടും ഒരു ഓണസ്റ്റി എന്ന വാല്യൂ ഏറ്റവും നല്ല രീതിയിൽ അധ്യാപിക കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അതേപോലെ തന്നെ എന്താണ് ഫ്രണ്ട്ഷിപ്പ് അഥവാ സൗഹൃദം അല്ലെ. ഒരു ഫ്രണ്ട്ലെസ് നേച്ചർ നിലനിർത്താനായിട്ട് അധ്യാപകരും കുട്ടികളും അല്ലെങ്കിൽ ലേണേഴ്സും തമ്മിൽ പരസ്പരം എന്താണ് ക്ലാസ് മുറി തന്നെ എന്താണ് നമുക്ക് അത്രയും ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന ക്ലാസ് റൂമിൽ പിന്നീട് പോവാൻ തോന്നും അല്ലെ. ഒരു കുട്ടിക്ക് പോലും മടി തോന്നില്ല അല്ലെ. ക്ലാസ് റൂമിലേക്ക് ചെന്ന് കയറാൻ പോലെ എന്താണ് ആ മടി തോന്നും. കാരണം എല്ലാവരും ഒരുമിച്ച് ഒരു സൗഹാർദ്ദപരമായിട്ട് ചുറ്റുപാടിലാണ് ഇരിക്കുന്നത്. അതിനാൽ തന്നെ കുട്ടികൾക്ക് ഇൻട്രസ്റ്റേ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ സ്റ്റുഡന്റ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റുഡന്റ് ലീഡർഷിപ്പ് വിദ്യാർത്ഥികൾക്ക് ലീഡർഷിപ്പ് അതായത് നേതൃത്വം കൊടുക്കാനുള്ള അവസരം അധ്യാപിക കൊടുക്കുന്നു. അതായത് ഇപ്പൊ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഓരോ കുട്ടികളെയും റെപ്രസെന്റ് ചെയ്ത് ടീച്ചർ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും ആ ക്ലാസ് റൂമിന്റെ ലീഡർ ആക്കി മാറ്റാനായിട്ട് അതായത് ക്ലാസ് റൂമിനകത്ത് ഓരോ ഇൻഡിവിജ്വൽസിനും ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ആർക്ക് കൊടുക്കാൻ സാധിക്കും? അധ്യാപികക്ക് കൊടുക്കാൻ സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഹാൻഡ്സുകളായിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്? അധ്യാപിക വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അവരുടെ ഫീലിങ്സുകൾ മനസ്സിലാക്കി അവരുടെ ആവശ്യകതകൾ പ്രയോറിറ്റി ഒക്കെ മനസ്സിലാക്കി കുട്ടികളുടെ ആ ഒരു സപ്പോർട്ടീവ് നേച്ചറാണ് അധ്യാപക ശരിക്കും ക്ലാസ്സിൽ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. അക്കാദമിക് എന്നിട്ട് പഠന വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് എന്താണ് ടീച്ചറായിട്ട് നമുക്ക് നല്ലൊരു ബന്ധം ഉടലെടുക്കാറുണ്ട് അല്ലെ. നിങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ച സമയത്ത് നിങ്ങൾ ഇപ്പോഴും ഓർത്തെടുക്കുന്ന ഏതെങ്കിലും ഒരു അധ്യാപിക ഉണ്ടാവില്ലേ? ഓർമ്മയിലേക്ക് വരുന്ന ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് നിങ്ങൾ അവരിപ്പോഴും ഓർത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതിലൊരു കാര്യം നിങ്ങൾക്ക് തന്ന സ്നേഹമായിരിക്കാം അല്ലെ. അത് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ആയിരിക്കും നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് അല്ലെ. ടീച്ചറിന്റെ ആ ഒരു കരുതല്, സ്നേഹം അല്ലെ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എങ്ങനെയാണ്? പോസിറ്റീവ് ആയിട്ടുള്ളതാണെങ്കിൽ ഇപ്പൊ നെഗറ്റീവ് അപ്രോച്ചസ് കാണിച്ചാൽ പോലും നമുക്ക് ആ ടീച്ചറിനോട് ഇഷ്ടം തോന്നാറുണ്ട്. കാരണം എന്താണ്? ടീച്ചർ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് അത് പറയാറുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ക്രിട്ടിസൈസ് ചെയ്യുന്ന അധ്യാപകരുണ്ട്, കൂടെ നിർത്തുന്നവരുണ്ട്. ഓക്കെ. അങ്ങനെയുള്ളവരൊന്നും ഒരിക്കലും നമ്മൾ മറക്കില്ല അല്ലെ. അപ്പൊ അധ്യാപകനും കുട്ടികളും തമ്മിൽ ഏറ്റവും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ലാസ് റൂം ഏറ്റവും ഭംഗിയാക്കി നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഓക്കെ. യെസ്. ഒരു വർഷം ഒരിക്കലും നമ്മൾ ഒരു അധ്യാപികയായിട്ട് ഇടപെടുന്നത് അല്ലെ. ഒരു വർഷം മീൻസ് ഓരോ ക്ലാസ് കഴിയുമ്പോൾ ഓരോരോ പുതിയ ക്ലാസ് ടീച്ചേഴ്സാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. എന്നിരുന്നാൽ പോലും ആ ക്ലാസ് ടീച്ചറിനോട് നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു ബന്ധം എന്ന് പറയുന്നത് പലർക്കും ഒരു സെക്കൻഡ് മദർ തന്നെയാണ് അല്ലെ. അമ്മ എന്താ പറയാ, രണ്ടാമതെന്ന് പറയാൻ പറ്റില്ല, അമ്മ തന്നെയാണ്. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ടീച്ചർമാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ. അത്ര മടുപ്പവും അല്ലെങ്കിൽ ഒരു ഇന്റിമസിയും കാണിക്കാത്തവരുണ്ട്. ഓക്കെ. പക്ഷെ എന്നിരുന്നാൽ പോലും കുട്ടികളിൽ നിന്ന് നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ കുട്ടികളോട് എത്രത്തോളം അറ്റാച്ച്ഡ് ആവുന്നു അതിനനുസരിച്ചിട്ട് മാത്രമേ അവരിൽ നിന്നുള്ള നല്ല റെസ്പോൺസ് നമുക്ക് കിട്ടുള്ളൂ അല്ലെ. ക്ലാസ് റൂമിൽ എപ്പോഴും നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അധ്യാപകനും കുട്ടികൾക്കും കഴിയുമ്പോൾ മാത്രമേ അത് നല്ലൊരു ക്ലാസ് റൂം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലെ. ശരി. ഇനി അപ്പൊ അത് മനസ്സിലായോല്ലോ ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ് ഒക്കെ എന്തൊക്കെയാണെന്ന്. യെസ്. അതിൽ ഈ ലാസ്റ്റ് ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. ഏതൊക്കെ കമ്പോണൻസ് ആണ് ഒരു ലൈവ് ക്ലാസ് റൂം അല്ലെങ്കിൽ ടീച്ചറും കുട്ടികളും നമ്മുടെ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്പോണൻസ്. അതാണിത്. കമ്മ്യൂണിക്കേഷൻ, പാർട്ടിസിപ്പേറ്ററി ഡിസിഷൻ, ഫ്ലെക്സിബിലിറ്റി ഓഫ് സിലബസ്. ഓക്കെ. അത്രയും കാര്യങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. എന്തൊക്കെ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു? ഫ്രണ്ട്ലി അപ്രോച്ചസ്, അതിനകത്ത് സ്റ്റുഡന്റ് ലീഡർഷിപ്പ്, ഇതൊക്കെ എല്ലാം തന്നെ ഗ്രൂപ്പ്സിനകത്ത് തന്നെ ഡെവലപ്പ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് വരുന്നത് ലേണർ റിലേഷൻഷിപ്സ് ആണ്. ലേണർ റിലേഷൻഷിപ്സ്
സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ അത് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്രയും വായിച്ചത്രയും നമ്മുടെ സമയം കളയണ്ട. കാരണം 31 തീർക്കാനുള്ളതാണ്. പിന്നെ വേഗം എടുക്കുന്നതിന്റെ കാരണം നമുക്കിനി മഴ ഇനി വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ. അപ്പോ ചിലപ്പോൾ പല ദിവസങ്ങളിൽ ക്ലാസ്സുകൾ ഇല്ലാണ്ടാവാനുള്ള സിറ്റുവേഷൻ, ഇപ്പൊ നെറ്റോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള നെറ്റ് ഇഷ്യൂസ് ഒന്നും നമ്മുടെ ക്ലാസ്സുകൾ മര്യാദക്ക് പോകില്ല. അതിനനുസരിച്ച് അത് ലാഗ് ആവാതിരിക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ. ഓക്കെ, ലേണർ ലൈനർ റിലേഷൻഷിപ്സ്. ഒരു ക്ലാസ് റൂമിനകത്ത് കുട്ടികൾ തമ്മിലുള്ള വിദ്യാർത്ഥിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കണം? നിങ്ങളൊരു വിദ്യാർത്ഥിയായിട്ട് ഇത് ആലോചിച്ച് നോക്കി. നമ്മളെല്ലാവരെയും സ്വാധീനിച്ചിട്ട ഒരു കാലഘട്ടമാണ് പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ സമപ്രായക്കാരാണ് അല്ലെ. നമ്മൾ അതേ ഏജുള്ള കുട്ടികളാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളായിരിക്കും അത്. നമ്മുടെ കൂടെ പഠിച്ചവര്, നമ്മുടെ ക്ലാസ് റൂമിലെ ഏറ്റവും അടുത്ത ഉറ്റ സുഹൃത്തുക്കള്, ഇപ്പോഴും ലൈഫ് ലോങ് ആയിട്ട് ആ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നവരുണ്ടോ? കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ വിദ്യാർത്ഥികൾ പരസ്പരം അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അവരുടെ ഡെവലപ്മെന്റിന് തന്നെയാണ് ഇത് സഹായിക്കുന്നത്. അതായത് പരസ്പരമുള്ള കുട്ടികൾ, അതായത് ക്ലാസ്സിനകത്ത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള റിലേഷൻഷിപ്സ് അവരുടെ വളർച്ചയെ തന്നെയാണ് അത് സഹായിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ടീച്ചേഴ്സ് ഒരിക്കലും എന്താണ് കുട്ടികളുടെ ആ ഒരു സൗഹൃദ ബന്ധത്തില് ഒരു മീഡിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കരുത്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഏറ്റവും നല്ലൊരു ഫ്രീഡം അവിടെ കൊടുക്കേണ്ടതുണ്ട് അല്ലെ. യെസ്. അപ്പൊ കുട്ടികൾ പരസ്പരം തമ്മിലുള്ള ബന്ധത്തെ പറ്റി ടീച്ചർ നല്ല രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അതായത് പിയർ ഗ്രൂപ്പ് റിലേഷൻ എന്ന് പറയുന്നത്, പിയർ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ സമപ്രായം എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ ഫീലിങ്സ് ഉള്ളവരെ, ഒരേ ആസ്പെക്ട്സുകൾ ചിന്തിക്കുന്നവരെ, ഒരേ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നമുക്ക് അതിൽ വരുന്നത് അല്ലെ. പിയർ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരേ ആറ്റിറ്റ്യൂഡ്സ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളിപ്പോ ചിന്തിക്കുന്ന കാര്യം പെട്ടെന്ന് തന്നെ അവന് മനസ്സിലാവും. നമ്മൾ എന്താണ്, നമ്മുടെ മുഖം മാറിയാൽ മനസ്സിലാവുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ്. ഓക്കെ, അതൊരു ഫിസിക്കൽ, ശരിക്കും പറഞ്ഞാൽ സൈക്കോളജിക്കൽ ബോണ്ടിങ് ആണല്ലേ ക്ലാസ് റൂമിനകത്തുള്ള ഫ്രണ്ട്ഷിപ്സ് എന്ന് പറയുന്നത്, ഈ സൗഹൃദ ബന്ധങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്ലാസ്സിൽ ഒത്തിരി കുട്ടികളുണ്ടെങ്കിൽ പോലും നമ്മൾ ആരെയും മാറ്റി കാണരുത്. അതായത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളുണ്ടാവും, അല്ലാത്തവരുണ്ടാവും. പക്ഷെ അങ്ങനെ ഒരിക്കലും നമ്മൾ ക്ലാസ് കൊണ്ടുപോയി ട്രീറ്റ് ചെയ്യരുത്. എല്ലാ കുട്ടികളും നമ്മുടെ ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലുള്ള അപ്രോച്ച് ആയിരിക്കണം ക്ലാസ് റൂമിനകത്ത് നമ്മൾ കൊണ്ടുവരേണ്ടത്. അതായത് എല്ലാവരും തുല്യരായിട്ട് കാണാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ക്ലാസ് റൂമിനകത്ത്. ഫസ്റ്റ് ഓഫ് ഓൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളുമായി ഡിസ്കസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ക്ലാസ്സിൽ 50 പേരുണ്ട്, 50 പേര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആണ്. ആരെയും തന്നെ മാറ്റി നിർത്തരുത്, എല്ലാവരും ഈക്വൽ ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, പിന്നെ ഈ പിയർ ഗ്രൂപ്പ്സിലൂടെയാണ് എന്താ വിദ്യാർത്ഥികളുടെ പെരുമാറ്റങ്ങളും ശരിക്കും അതായത് ഓരോ കുട്ടികളുടെ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മറ്റൊരാളുടെ ബിഹേവിയർ മറ്റൊരു കുട്ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. പല സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ട് അങ്ങനെ അത്തരത്തിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കറിയാം ഏറ്റവും കൂടുതൽ അഡോൾസൺ പീരീഡിലായിരിക്കും നമുക്ക് നമ്മുടെ കൂട്ടുകാരെ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത് അല്ലെ. അഡോൾസൺ കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ്? കൗമാര കാലഘട്ടത്തില് അല്ലെ. കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന സുഹൃത്ത് ബന്ധങ്ങൾ അത് ഓൾറെഡി നമ്മുടെ ഫീലിങ്സ് ഒക്കെ മാറി വരുന്ന ഒരു സമയമാണ് അല്ലെ. അവിടെ പല രീതിയിലുള്ള റിലേഷൻഷിപ്സ് ഇപ്പോ നമുക്ക് പ്രണയം വരെയുള്ള റിലേഷൻഷിപ്സ് ഒക്കെ വരുന്നത് എപ്പോഴാണ്? ഈ ക്ലാസ് റൂമിനകത്ത്, അതായത് ആ ഒരു അഡോൾസൺ പീരീഡിലാണ് അല്ലെ. ഒരാളോട് ഇഷ്ടം തോന്നുന്നതൊക്കെ ആ ഒരു പീരീഡിലല്ലേ ആദ്യമായിട്ടൊക്കെ ഇഷ്ടം തോന്നുന്നതൊക്കെ. യെസ്, അതൊന്നും ഒരു തെറ്റല്ല. അത് നമ്മൾ ആസ് എ ഹ്യൂമൻ ബീങ്സ് ആണല്ലേ, നമ്മൾക്ക് അങ്ങനെ ഇഷ്ടം തോന്നാം, ഇഷ്ടപ്പെടാം. ഓക്കെ, നിങ്ങൾ പ്രണയിച്ചിട്ടില്ലേ? ആരും പ്രണയിച്ചിട്ടുണ്ടോ? ഉണ്ട്. സനില ചിരിക്കുന്നോ? വിസ്മയ പ്രണയം എന്ന് കേൾക്കുമ്പോൾ ചിരി വരുന്നത് എന്താണ്? അത്രയും നല്ലൊരു വികാരമായതുകൊണ്ട് നമുക്ക് ആ സന്തോഷം തോന്നുന്നു അല്ലെ. അപ്പൊ നമ്മുടെ കൗമാര കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രണയങ്ങൾ, പഴയകാല പ്രണയങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ നിന്നൊക്കെയാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ ഇമോഷൻസിന്റെ ഒരു കെട്ടുപിണഞ്ഞ് എടുക്കുന്ന ഒരു കാലഘട്ടമാണ് കൗമാര കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കുട്ടികളെ അവരെ ഏറ്റവും പാരന്റ്സിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ അവരെ സ്വാധീനിക്കുന്നത് അവരുടെ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ സമപ്രായക്കാരായ കുട്ടികളാണ് അവരെ സ്വാധീനിക്കുന്നത്. ഓക്കെ, ഇനി കുട്ടികൾ പരസ്പരം അവരുടെ കൂട്ടുകാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഒരു സോഷ്യൽ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓക്കെ, അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, അവർ കോൺവെർസേഷൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് എന്താണ് ആ ഒരു സോഷ്യൽ കൊഹഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത്തരത്തിലെ ക്ലാസ് റൂംസിനകത്ത് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ആശയവിനിമയം എന്നൊരു കഴിവ്, അല്ലെങ്കിൽ പരസ്പരം സഹകരിക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതിന്റെ ആ ഒരു കഴിവ് തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നു? പിയർ ഗ്രൂപ്പ്സ് റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ലേണർ റിലേഷൻഷിപ്സ് സഹായിക്കുന്നുണ്ട് കേട്ടോ.
ഇനി അതോടൊപ്പം തന്നെ എന്താണ് ഈ പിയർ ഗ്രൂപ്പ്സിന്റെ സ്വാധീനം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ലൈഫ് ലോങ് ആയിട്ട് ഇപ്പൊ പണ്ട് കിട്ടിയ ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ടാവും അല്ലെ, ലൈഫ് ലോങ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ നിങ്ങൾക്ക്. ഇപ്പൊ ചെറിയ ഒന്നിലോ രണ്ടിലോ അല്ലെങ്കിൽ 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലുള്ള സൗഹൃദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അതെന്താണ്, അത് അത്രയും ഇമോഷണൽ കണക്ഷൻ ആണ് അല്ലെ. ഇമോഷണൽ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്താണ് ആ സൗഹൃദം ഇത്രയും കാലം നമുക്ക് നിലനിൽക്കുന്നത്. ഓക്കെ, ഇനി നല്ലൊരു ക്ലാസ് റൂം അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ കൂട്ടുകാർ തമ്മിൽ, ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ പരസ്പരം എങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ചസ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ക്ലാസ് മുറിയിൽ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ് റൂമിനകത്ത് ടീച്ചേഴ്സും സ്റ്റുഡൻസും മാത്രമുള്ള ഏറ്റവും നല്ല റിലേഷൻഷിപ്സ് കൊണ്ടുപോകുന്നത് ലേണർ റിലേഷൻഷിപ്സ് നമുക്ക് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? യെസ്, നെക്സ്റ്റ് വൺ ടീച്ചർ റിലേഷൻസ്. ടീച്ചർ റിലേഷൻസ് എന്ന് പറയാമോ? ടീച്ചർമാരെ നിങ്ങളൊന്ന്, ടീച്ചർമാര് തമ്മിൽ എങ്ങനത്തെ റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കണം? എങ്ങനത്തെ റിലേഷൻഷിപ്സ് ആയിരിക്കണം ഉണ്ടാവേണ്ടത്? മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ടായിരിക്കണം. വെരി ഗുഡ്, മ്യൂച്വൽ റെസ്പെക്ട് വേണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് വേണം. കൺസിഡറേഷൻ വേണം. ഒരു വർക്കിംഗ് റിലേഷൻഷിപ്പ് വേണോ? നല്ല വർക്കിംഗ് റിലേഷൻഷിപ്പ് വേണോ? ഗുഡ് വർക്കിംഗ് റിലേഷൻഷിപ്പ്, അതല്ലേ അവിടെ ഉണ്ടാവേണ്ടത് മെയിൻ ആയിട്ട്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തനിയെ വരും അല്ലെ. അണ്ടർസ്റ്റാൻഡിങ്ങും അല്ലെങ്കിൽ നല്ല ഒരു ആറ്റിറ്റ്യൂഡോട് നമ്മൾ അവിടെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, പറഞ്ഞ എല്ലാ രീതിയിലുള്ള വർക്കിംഗ് റിലേഷൻഷിപ്പും നമുക്ക് പെടുത്തുയർത്താനായിട്ട് സാധിക്കും. ഓക്കെ, യെസ്, അതായത് അധ്യാപകർക്കിടയിലുള്ള പ്രവർത്തന ബന്ധം എപ്പോഴും എങ്ങനെയായിരിക്കണം? പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തന ബന്ധമായിരിക്കണം നമ്മൾ നിലനിർത്തേണ്ടത്. കാരണം നമ്മള് ക്ലാസ് റൂമിന് പുറത്താണ് മറ്റ് അധ്യാപകരുമായിട്ടുള്ള നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് അല്ലെ. അവിടെ മറ്റെന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ഒരു സ്കൂൾ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു പ്രോഗ്രാംസ് വന്നു കഴിഞ്ഞാൽ അവിടെ കൂട്ടായ ഒരു ടീം വർക്കാണ് നമ്മൾ അവിടെ കാണിച്ചു വെക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ആ റിലേഷൻഷിപ്സിൽ മറ്റൊരു തരത്തിലുള്ള ഡിഫിക്കൽട്ടീസും വരാനായിട്ട് പാടില്ല അല്ലെ. യെസ്, എല്ലാവരും ഒരേ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. ആരും മുകളിലുള്ള ആരും താഴെയല്ല അല്ലെ. എല്ലാ ടീച്ചേഴ്സും ഒരേപോലെ ആ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ പരസ്പരം ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇനി അതോടൊപ്പം തന്നെ നമ്മള് ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി അത് ഒരുമിച്ച് നിന്ന് തീർക്കുമ്പോൾ എന്താണ്, ഒരാൾ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി തീർക്കുമ്പോൾ ആൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പലതാണ് അല്ലെ. അപ്പൊ ഒരു റെസ്പോൺസിബിലിറ്റി തരുന്ന സമയത്ത് നമ്മളത് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്ത് തീർക്കുമ്പോൾ എന്താണ്, പരസ്പരം സഹകരിക്കുകയാണ് അവിടെ അല്ലെ. പരസ്പരം കോപ്പറേറ്റീവ് ചെയ്തിട്ടാണ് എന്താ ടീച്ചേഴ്സ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇനി ടീച്ചേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ടീച്ചർമാരുമായിട്ട് വരാൻ പാടില്ല അല്ലെ. അവർക്ക് പരസ്പരം കാര്യം പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് തുറന്നു പറഞ്ഞിരിക്കണം അല്ലെ. ഇപ്പൊ അക്കാദമിക് റിലേറ്റഡ് ആണെങ്കിലും ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളെ കുറിച്ചിട്ടുള്ള പ്രൈവറ്റ് ഡീറ്റെയിൽസ് ആണെങ്കിൽ കൂടി നമ്മൾ പറയേണ്ട കാര്യങ്ങള് തുറന്നു പറയാനായിട്ട് ശ്രമിക്കുക. ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്ന സമയത്ത് അവിടെ പല രീതിയിലുള്ള പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ. യെസ്, ഇനി ഓരോ ടീച്ചേഴ്സും മറ്റൊരു ടീച്ചേഴ്സിന് സപ്പോർട്ടീവ് ആയിരിക്കണം അല്ലെ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു മൈൻഡ് ഉണ്ടായിരിക്കണ്ടേ. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബോണ്ടിങ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, മാത്രമല്ല അവരുടെ കഴിവുകൾ, ഇപ്പൊ ഏതെങ്കിലും ടീച്ചർമാർക്ക് ഇപ്പൊ നന്നായിട്ട് പാട്ട് പാടാൻ അറിയുന്നു. ഇപ്പൊ നിങ്ങളൊരു 5 ടീച്ചേഴ്സ് ആണെന്ന് വിചാരിക്കാം. 5 പേർക്ക് 5 കഴിവുകൾ ഉണ്ട്. പക്ഷെ ഒരു ടീച്ചർ നന്നായിട്ട് പാട്ട് പാടും, പക്ഷെ ആരും വീട്ടിൽ നിന്നും ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യും, ആ ഒരു ടീച്ചറെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പ്രോഗ്രാംസിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുക. അതൊരു നല്ലൊരു ആറ്റിറ്റ്യൂഡാണോ? ടീച്ചറിന്റെ പാട്ടിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് അല്ലെ. അത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് അല്ല കാണിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ കൂടെയുള്ള ടീച്ചേഴ്സിന് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് അബ്സോർബ് ചെയ്തൂടെ? ചെയ്യാമോ? നമുക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റീസ് നമുക്ക് കടമെടുക്കാവുന്നതാണ് അല്ലെ. നമ്മളിൽ നിന്നും അവരെന്തെങ്കിലും കടമെടുക്കുന്നുണ്ടോ? അങ്ങനെ വിചാരിക്കാം കേട്ടോ. അപ്പൊ ടീച്ചേഴ്സ് തമ്മിൽ എപ്പോഴും എങ്ങനെയായിരിക്കണം, ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ ക്ലാസ് റൂമിലേക്ക് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അധ്യാപകർ തമ്മിൽ വഴക്കുകളോ പിണക്കങ്ങളോ അല്ലെങ്കിൽ തർക്കങ്ങളോ ഡിസ്പ്യൂട്ട്സ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ കുട്ടികളിലാണ് അത് പ്രതിഫലിക്കുന്നത് അല്ലെ. ഇനി എപ്പോഴും പറയുന്നത് പോലെ പ്രൊഫഷണൽ ലൈഫിലേക്ക് ഒരിക്കലും പേഴ്സണൽ ലൈഫ് കൊണ്ടുവരാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാണ്ടോ അല്ലെ. അത്രയും പ്രിയപ്പെട്ട ഒരാളോട് മാത്രം നമ്മളത് പറയാം. അല്ലാത്തവരോട് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരിക്കലും നമ്മളത് പറയരുത് കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമുക്ക് തന്നെ അത് പല രീതിയിലും പല ബുദ്ധിമുട്ടുകളിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, ഏറ്റവും നല്ല മറ്റു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സ്കൂൾ ടീച്ചേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും ആ ഒരു പ്രൊഫഷണൽ ഇമേജ് അല്ലെങ്കിൽ ആ പ്രൊഫഷണലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ ടീച്ചിങ് പ്രൊഫഷനെ
ഒരു മീനിങ് ഉണ്ട്, ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥം കളയാത്ത രീതിയിലുള്ള ഒരു അധ്യാപന ജീവിതമായിരിക്കണം നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് കേട്ടോ. എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ പ്രോത്സാഹിപ്പിക്കുക, കൂടെ ഉള്ളവരെ നിങ്ങൾക്ക് പ്രോത്സാഹിക്കാൻ പറ്റുന്നവരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കും കേട്ടോ. നെക്സ്റ്റ് വൺ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻസ് ആണ്. ടീച്ചറും അഡ്മിനിസ്ട്രേറ്ററും തമ്മിൽ ഏത് രീതിയിലുള്ള റിലേഷൻഷിപ്സ് ആയിരിക്കണം അറിയാമോ? കോപ്പറേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ്. കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വേണം. നമ്മൾ അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് എങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോ സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് ഒക്കെ പാർട്ട് 4 പഠിച്ചോ നിങ്ങള്? പാർട്ട് 4 കുട്ടികളെ പാർട്ട് 4 പഠിച്ചായിരുന്നോ? സ്കൂൾ മാനേജ്മെന്റ്, ഓഫീസ് മാനേജ്മെന്റ് എന്ന ചാപ്റ്റേഴ്സ് ഒക്കെ. ഓക്കെ, 18 അല്ല, ബാക്കിയുള്ള കുട്ടികൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, അതിലെല്ലാം തന്നെ നമ്മൾ ഓഫീസ് റിലേറ്റ് ചെയ്തിരുന്ന വർക്ക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു ഓഫീസറിനോട് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിനോട് നമ്മൾ എപ്പോഴും കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. ദെൻ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ നടത്തുന്ന മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും നമുക്ക് എന്താണ് അദ്ദേഹത്തിന്റെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്, അദ്ദേഹത്തിന്റെ കമന്റ്സുകൾ നമുക്ക് ആവശ്യമാണ് അല്ലെ. അപ്പൊ അദ്ദേഹം പറയുന്നതിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അഡ്മിനിസ്ട്രേറ്റർ പറയുന്നത് അനുസരിക്കാനുള്ള അല്ലെങ്കിൽ അവർ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കുണ്ട്? നമ്മളുടേതാണ് അല്ലെ, അധ്യാപകരുടേതാണ് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ള വ്യക്തികളും അവര് തന്നെയാണ് അല്ലെ. നമ്മുടെ സ്കൂളിന് വേണ്ടി വർക്ക് ചെയ്യുന്ന, ബാക്ക് സൈഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവര് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാനും അവരോടൊരു കടപ്പാട് എപ്പോഴും നമ്മൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്? ഓരോ സ്കൂളിലും ഡിപ്പെൻഡ് ചെയ്ത് ഓരോ റൂൾസും റെഗുലേഷൻസും ഉണ്ട്. നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? ഒബേ ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. പിന്നെന്താണ് ഒരു കോപ്പറേറ്റീവ് റിലേഷൻഷിപ്സ് രണ്ടുപേരുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ടീച്ചറിനും അഡ്മിനിസ്ട്രേറ്റേഴ്സിനും സാധിക്കണം. ദെൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്ററുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായാലും അല്ലെ, പ്രോബ്ലംസ് എന്തെങ്കിലും വരുവാണെങ്കിൽ, കാരണം സ്കൂൾ റിലേറ്റഡ്, അക്കാദമിക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അല്ലെ, ഓഫീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്കത് കൈകാര്യം ചെയ്യണമെങ്കിൽ അല്ലെ, നമ്മുടെ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സിന്റെ അതേ ഹാൻഡിൽ തന്നെ ചെയ്യാൻ പറ്റണമെന്നല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അവരെ വിവരം അറിയിക്കുക അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സിന് വിവരം അറിയിച്ചാൽ ശേഷമേ ബാക്കിയുള്ള തുടർ നടപടികൾ അവർക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്താ നമ്മൾ കൃത്യമായിട്ട്, അതായത് ഇപ്പൊ നമ്മുടെ വീക്ക്നെസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ആയിക്കോട്ടെ, നമ്മൾ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ദെൻ എപ്പോഴും ഒരു ഗുഡ് റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് അവരോട് നല്ല രീതിയിൽ റെസ്പെക്ട് ചെയ്യണം, അവരോട് പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ആ ഒരു പോസിറ്റീവ് അപ്രോച്ചസ് എപ്പോഴും നമ്മുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനോട് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? എക്സിബിറ്റ് ചെയ്തിരിക്കണം. ദെൻ അവരിൽ നമുക്കൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളായിരിക്കും നമ്മൾ ആ സ്കൂളിന് വേണ്ടി കാഴ്ചവെക്കേണ്ടത് കേട്ടോ. യെസ്, മനസ്സിലായോ പറഞ്ഞത്? ഇനി നെക്സ്റ്റ് വരുന്നത് ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ്. ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസ്, കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ടീച്ചർ കമ്മ്യൂണിറ്റി റിലേഷൻസിൽ ആരൊക്കെയായിട്ടാണ് വരുന്നത്? പാരന്റ്സ് വരും, സ്റ്റുഡൻസ് വരും, പാരന്റ്സും സ്റ്റുഡൻസും വരും. പിന്നെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, ടീച്ചിങ് സ്റ്റാഫ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, സ്കൂളുമായി ബന്ധപ്പെട്ട എല്ലാവരും അല്ലെ. മാനേജ്മെന്റ്, PTA, പിന്നെ എന്താണ് സൊസൈറ്റിനെ ഉൾപ്പെടുത്താത്ത എന്താ നിങ്ങള്? സൊസൈറ്റി അല്ല ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ പറയേണ്ടത്. ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസിൽ നമുക്കറിയാം ടീച്ചേഴ്സ് ഒരുപാട് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സിൽ ഇടപെടുന്നതും പ്രശ്നമാണ്, എന്നാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നതും ബുദ്ധിമുട്ടാണ് അല്ലെ. ഇത് രണ്ടും ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള റിലേഷൻഷിപ്സ് കൊണ്ടുപോകേണ്ടത് അല്ലെ. യെസ്, അപ്പൊ അതായത് മാതാപിതാക്കളും അല്ലെ പാരന്റ്സും ആയിട്ടും സൊസൈറ്റിയുമായിട്ട് എന്താണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു റിലേഷൻഷിപ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്
ഓക്കെ, അതായത് നമ്മൾ എന്താണ് ഇപ്പൊ സ്കൂൾ റിലേറ്റ് ചെയ്ത ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ സൊസൈറ്റി റിലേറ്റ് ചെയ്ത് കൊണ്ടുവരാം. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഒരു സ്കൂൾ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലും ഇപ്പൊ ഓൾഡ് ഏജ് ഹോംസിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ ഒരു ഉച്ചഭക്ഷണ പദ്ധതിയൊക്കെ നമ്മൾ ആരംഭിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതിൽ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് നമ്മൾ അന്നത്തെ ദിവസം കുട്ടികളെ കൊണ്ട് എന്താണ് ഒരു സോഷ്യൽ സർവീസസ് പോലെ ഒരു ഉച്ചഭക്ഷണം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മീൽസ് നമ്മൾ റെഡിയാക്കിയിരുന്നു. ഓക്കെ, അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം ഉണ്ടാവുന്നത്? ടീച്ചേഴ്സ് ആയിരിക്കും അതിൽ മുൻകൈ എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മളവിടെ സൊസൈറ്റിയുമായിട്ട് സ്കൂളും ആ കമ്മ്യൂണിറ്റിയും തമ്മിൽ അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? അധ്യാപികയാണ്. ഓക്കെ, ഉച്ചഭക്ഷണം മാത്രമല്ല, ഇപ്പൊ നമ്മൾ ചില ഓൾഡ് ഏജ് ഹോംസുകൾ വിസിറ്റ് ചെയ്യാറുണ്ട് അല്ലെ. സോഷ്യൽ സർവീസസിന്റെ ഭാഗമായിട്ട് ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യാറുണ്ട്. അവരുടെ കൂടെ നമ്മൾ എന്താണ് ഒരു ദിവസം ചെലവഴിക്കാറുണ്ട്. ഇനി അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്യാൻ, കമ്മ്യൂണിറ്റി ബിൽഡിങ്സുകൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യാറൊക്കെ ഉണ്ട് അല്ലെ. അതെല്ലാം തന്നെ ഒരു അധ്യാപികയുടെ നേതൃത്വത്തിലായിരിക്കും കുട്ടികളെ കൊണ്ട് ചെയ്യുന്നത്. അധ്യാപിക അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താണ്? കുട്ടികളെ ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമമാണ് കാണിക്കുന്നത്. ഓക്കെ ഓക്കെ യെസ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ അധ്യാപിക ഇടപെടുകയാണെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. കാരണം നമുക്ക് അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ള ടീച്ചർമാരുണ്ടോ? എല്ലാം ഇപ്പൊ ജോലി ഉണ്ടാവും, പക്ഷെ സോഷ്യൽ വർക്കർ ആയിരിക്കുള്ളൂ അല്ലെ. ജോലി ഉണ്ട്, ടീച്ചറാണ്, പക്ഷെ എപ്പോഴും സൊസൈറ്റി റിലേറ്റ് ചെയ്ത കാര്യങ്ങളിലായിരിക്കും പഠിപ്പിക്കാനായിട്ട് വരാറ്. നമ്മുടെ സ്കൂളിൽ അങ്ങനെ ഒരു സാർ ഉണ്ടായിരുന്നു, സോഷ്യൽ സയൻസ് എടുക്കുന്ന സാറാ. പക്ഷെ സാറ് വലുത കാലത്തൊക്കെ വരുള്ളൂ, വന്ന് ഒരു ചാപ്റ്റർ ഒക്കെ ഒറ്റ ദിവസം കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടൊക്കെ പോയിക്കളയും. പിന്നെ അടുത്ത ടേം ആകുമ്പോൾ ആള് വരുള്ളൂ. അതെന്താണ്? ആള് ഓൾറെഡി സോഷ്യൽ വർക്കർ ആണ്, ജോലി ഉണ്ടെങ്കിൽ പോലും എന്താണ് ഏറ്റവും കൂടുതൽ സൊസൈറ്റിയിലാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്താണ് അപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പോർഷൻസ് എടുക്കാനായിട്ടും ബാക്കിയുള്ള ടീച്ചേഴ്സിനാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഓക്കെ യെസ്. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ടീച്ചറിന്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? മേജർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടികളെ സൊസൈറ്റി റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് സമൂഹവുമായിട്ടൊരു ബന്ധം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അധ്യാപക കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, അപ്പൊ സമൂഹവുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തുന്നതിനനുസരിച്ചിട്ട് എന്താണ് നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ് കോപ്പറേഷൻ എന്നൊരു വാല്യൂ ഏറ്റവും കൂടുതൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സുമായിട്ട് ഇടപെടുമ്പോഴാണ് അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള സ്കൂളിന് പുറത്തുള്ള ഔട്ട്സൈഡ് സിലബസിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് സ്കൂളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരം റിലേഷൻഷിപ്സ് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൊസൈറ്റിനോട് എപ്പോഴും ഒരു റെസ്പെക്ട്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി അപ്രോച്ചസ് നിലനിർത്താനായിട്ട് ഈ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് സഹായിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ എന്താണ് സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് സൊസൈറ്റിയിൽ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സൽപ്പേര് നിലനിർത്താനായിട്ട് അധ്യാപകൻ എപ്പോഴും സാധിക്കും. കാരണം ആള് സൊസൈറ്റി റിലേറ്റ് ചെയ്തിരുന്ന ആക്ടിവിറ്റീസിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ എന്താണ് ആ ഒരു പേരും പ്രശസ്തിയും കൂടി വരുന്നത്. അതായത് വർക്ക് എങ്ങനെയാണോ ചെയ്യുന്നത് അദ്ദേഹം എത്രത്തോളം ആത്മാർത്ഥതയോടെ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ട് ഇടപെടുന്നുണ്ടോ അതിനനുസരിച്ച് അദ്ദേഹത്തിന്റെ പേരും പ്രശസ്തിയും വർദ്ധിക്കാനായിട്ടും ഇടവരും. അപ്പൊ ആ ഒരു കാര്യം കൂടി അവിടെ ഒരു ബെനിഫിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് സമൂഹം അയാളെ ഏറ്റെടുത്തിരിക്കുന്നത്? ആളുടെ പ്രവർത്തനങ്ങൾ അത്രയും മികച്ചതായതുകൊണ്ട് മാത്രമാണ് ആ ഒരു അധ്യാപികനെ സമൂഹം ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നല്ല അധ്യാപിക സാമൂഹ്യ ബന്ധം എന്താണ് വിദ്യാർത്ഥികളുടെയും സ്കൂളിന്റെയും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒക്കെ എന്താണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയാ അതൊരു ബെനിഫിറ്റ് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത് ആ സ്കൂളിനും സമൂഹത്തിനും ഒരേപോലെ തന്നെ ബെനിഫിറ്റ്സ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഗുഡ് കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്സ് ടീച്ചേഴ്സിനും ആ സ്കൂളിനും ഏറ്റവും നല്ല ഗുണങ്ങൾ മാത്രമാണ് സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. പക്ഷെ അത് എപ്പോഴും ഒരുപാട് ആവാനും പാടില്ല, എന്നാൽ കുറയാനും പാടില്ലാത്ത രീതിയിൽ നമ്മളത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് ഹ്യൂമൻ റിലേഷൻഷിപ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഏതൊക്കെ റിലേഷൻഷിപ്സ് ആണ് നമ്മൾ പഠിച്ചത്? ടീച്ചർ ആൻഡ് കമ്മ്യൂണിറ്റി റിലേഷൻസ്, ദെൻ ടീച്ചർ അഡ്മിനിസ്ട്രേറ്റർ റിലേഷൻഷിപ്പ്, ലേണർ റിലേഷൻഷിപ്സ്, ടീച്ചർ റിലേഷൻഷിപ്സ്, ദെൻ ടീച്ചർ ലേണർ റിലേഷൻഷിപ്സ്. അങ്ങനെ 5 രീതിയിലുള്ള റിലേഷൻഷിപ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായോ? മനസ്സിലായോ പറഞ്ഞത്? ഇനി ഈ ഒരു ഭാഗം അവിടെ നിൽക്കട്ടെ കേട്ടോ. സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് എന്നൊരു ഭാഗം ടീച്ചർ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുള്ളൂ. നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പൊ എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഭാഗം ഒന്ന് നിങ്ങളൊന്ന് റൗണ്ട് ചെയ്യോ അല്ലെങ്കിൽ ഒരു
ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വയ്ക്കുകയോ ചെയ്യാട്ടോ. എന്നിട്ട് എന്നോട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. മറന്നുപോയില്ല, എന്നാലും നിങ്ങളോടൊന്ന് പറഞ്ഞതാണ് കേട്ടോ. സ്റ്റുഡന്റ് ഇൻവോൾവ്മെന്റ് ആൻഡ് സ്റ്റുഡന്റ് പാർട്ടിസിപ്പേഷൻ എന്ന ഭാഗം നിങ്ങളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. അതായത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എടുക്കുള്ളൂ. നെക്സ്റ്റ് പോർഷൻ നോക്കൂ. സപ്പോർട്ടീവ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് എടുക്കുന്നത് കേട്ടോ. സപ്പോർട്ടീവ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. ഒരു ക്ലാസ്സിൽ സപ്പോർട്ട് ചെയ്യുന്ന ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ പ്രധാനമായും ഉപയോഗിക്കാറുള്ളത് നോക്കാം. Classroom management is not adequate enough to realize the objective of education. Therefore, supporting devices of classroom management are used in the context. The following are the common supporting devices of classroom management: laboratory experimentation, field work, library study, educational excursion, home assignments, self-study, tutorials, action research and guidance services. അപ്പൊ ഒരു ക്ലാസ് റൂമിനെ നമ്മൾ സഹായിക്കുന്ന പ്രധാനപ്പെട്ട സപ്പോർട്ടിംഗ് ഡിവൈസസുകൾ ഏതൊക്കെയാണ്, ഒരു ക്ലാസ് റൂമിന് സഹായകമാകുന്ന സപ്പോർട്ടിംഗ് ഡിവൈസസുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത് കേട്ടോ. അതിൽ ആദ്യത്തെ സപ്പോർട്ടിംഗ് ഡിവൈസ് എന്ന് പറയുന്നത് എന്താണ്? ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ ആണ്. എന്താണ് ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത്? ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ ഏത് സബ്ജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ലാബ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ടോപ്പിക്സുകൾ വരുന്നത്? ഏത് സബ്ജക്ട്? സയൻസ്, കെമിസ്ട്രി, ബയോളജി, കെമിസ്ട്രി, ബയോളജി മുതലായിട്ടുള്ള സബ്ജക്ട്സുകൾ ആസ്പദമാക്കിയിട്ടാണ് എന്ത് ലബോറട്ടറി അല്ലെ ലാബ് ഫെസിലിറ്റീസുകൾ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്തരം ശാസ്ത്രീയ വിഷയങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിനുപയോഗിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഡിവൈസ് ആണ് എന്ത്? ലാബുകൾ അഥവാ ലബോറട്ടറീസുകൾ. ഓക്കെ. അപ്പൊ ഒരു ക്ലാസ് റൂം പഠനത്തിന് സഹായിക്കുന്ന സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് സഹായിക്കുന്ന ഒരു ഡിവൈസ് ആണ് എന്താ? ലബോറട്ടറി എക്സ്പെരിമെന്റേഷൻ അഥവാ ലാബുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫീൽഡ് വർക്ക്സുകൾ ചെയ്യാറുണ്ട്. ഏതൊക്കെ സബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫീൽഡ് വർക്കുകൾ ചെയ്യുന്നത്? ഏതൊക്കെ? അഗ്രികൾച്ചർ, സയൻസ് വരുന്നുണ്ട്, അതുപോലെ ജോഗ്രഫി സബ്ജക്ട്സുകൾ. അതിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫീൽഡ് വർക്ക്സിൽ അല്ലെ. ഫീൽഡ് വർക്ക്സിൽ പോയിട്ട് അതായത് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അതൊരു സപ്പോർട്ടിംഗ് ഡിവൈസസ് ആണ് എന്ത്? ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത്. ഞാൻ ഫീൽഡ് വർക്ക് ബികോം വരുന്നുണ്ടോ? ബികോം ആയിട്ട് ബികോമോ ഫീൽഡ് വർക്കിലോ വേണമെങ്കിൽ പറയാം കേട്ടോ. സബ്ജക്ട്സ് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. എന്നിരുന്നാൽ പോലും നമ്മളിപ്പോ പഠിക്കുന്നത് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ ഓറിയന്റഡ് ആയിട്ടല്ലേ. ഓക്കെ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. യെസ്. ഇനി ലൈബ്രറി സ്റ്റഡി. ഏതൊക്കെ സബ്ജക്ട്സിലാണ് നമ്മൾ ലൈബ്രറി സ്റ്റഡീസ് ഇൻവോൾവ് ചെയ്യുന്നത്? ലൈബ്രറി, മലയാളം, എല്ലാ സബ്ജക്റ്റും വരും അല്ലെ. എല്ലാ സബ്ജക്ട്സും നമുക്ക് ഉൾപ്പെടുത്താം ലൈബ്രറിയുമായി ബന്ധപ്പെട്ട് അല്ലെ. ശാസ്ത്രീയ വിഷയങ്ങള്, സാഹിത്യ വിഷയങ്ങള് എല്ലാം തന്നെ എന്താണ് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെ. ദെൻ എഡ്യൂക്കേഷൻ എക്സ്കർഷൻ ഓഫ് ഫീൽഡ് ട്രിപ്സ്. എഡ്യൂക്കേഷൻ എക്സ്കർഷൻ ഓഫ് ഫീൽഡ് ട്രിപ്സ് ആണ്. അതോ എങ്ങനെയുള്ള സബ്ജക്റ്റുമായി ബന്ധപ്പെട്ടാണ്? Yes, educational excursions are organized for historical places, geographical and religious places. നമ്മുടെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ള പ്ലേസസിലേക്ക് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതാണ് എന്ത്? എഡ്യൂക്കേഷൻ എക്സ്കർഷൻ ഓർ ഫീൽഡ് ട്രിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ലാസ് റൂമിന് സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു കമ്പോണന്റ് അല്ലെങ്കിൽ മറ്റൊരു ഡിവൈസ് ആണ് എന്ത്? ഇതേപോലെ ഫീൽഡ് ട്രിപ്സുകളും എഡ്യൂക്കേഷൻ എക്സ്കർഷൻസുകളും കേട്ടോ. ദെൻ ഹോം അസൈൻമെന്റ്സ്. ഹോം അസൈൻമെന്റ്സ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹോം അസൈൻമെന്റ്സ് ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ഹോം അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ എന്തിനാണ് കണ്ടക്ട് ചെയ്യുന്നത്? ഹോം അസൈൻമെന്റ്സുകൾ എന്തൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്? സെൽഫ് സ്റ്റഡി ആൻഡ് ഹോം അസൈൻമെന്റ്സ് ഹെൽത്തുമായിട്ടുള്ളതൊക്കെ. ഇപ്പൊ കാറ്റബോളിസം പ്രോസസ്സിനെ കുറിച്ച് പഠിക്കാനായിട്ട്. കാറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൽ എന്തിനെ കുറിച്ച് പഠിക്കുന്നതാണ് കാറ്റബോളിസം?
ഇതിനെ കുറിച്ചിട്ടാണ്? ശരീരത്തിൽ ഊർജോൽപാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് വീടുകളിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഹോം അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങള് എന്താ ചെയ്യുന്നത്? നമ്മുടെ പയർ ചെടി വളർത്തുന്ന ഓർമ്മയുണ്ടോ നിങ്ങള്? പയർ ചെടി ചെയ്തിട്ടുണ്ടോ? അതിനൊന്നൊരു പേര് പറയല്ലോ നമ്മള്, പേരുണ്ട് അതിന്. ജെർമിനേഷൻ അല്ലേ മാം? സീഡ് ആ, ജെർമിനേഷൻ. അതന്നെ, സീഡ് ജെർമിനേഷൻ ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ ഇത് നമ്മൾ ഹോം അസൈൻമെന്റ്സിൽ ചെയ്യുന്നതാണ്. അപ്പൊ വീട്ടിൽ ചെയ്യുന്ന അസൈൻമെന്റ്സ് നമ്മൾ എന്താണ്, അതും ഒരു ഡിവൈസ് സപ്പോർട്ട് എന്താ പറയാ, കയ്യിൽ പോയത് ഡിവൈസസ് തന്നെ, ക്ലാസ് റൂം മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് തന്നെയാണ് എന്താ ഹോം അസൈൻമെന്റ്സ്. നമ്മൾ വീട്ടിൽ പോയിട്ട് ചെയ്ത് കണ്ടക്ട് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ. ഇനി അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, ഈ പ്യൂപ്പ് വരുന്നത്, നമ്മുടെ ചിത്രശലഭം ഉണ്ടാവുന്ന പ്രോസസ്സ് കണ്ടിട്ടില്ല നിങ്ങള്? ചിത്രശലഭത്തിന്റെ പ്രോസസ്സുകൾ കുട്ടികൾ കണ്ടെത്തുന്നതൊക്കെ, ഓക്കെ, അതൊക്കെ ഹോം അസൈൻമെന്റ്സിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ വേറെ ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ കുട്ടികളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് ഹോം അസൈൻമെന്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുള്ളൂ നിങ്ങളുടെ കുട്ടികൾക്ക്? പ്ലോട്ടിങ്ങും സിംഗിങ് ഒക്കെ. പ്ലോട്ടിങ്, സിംഗിങ്, പിന്നെ വേറെ എന്തൊക്കെയാണ്? ഒന്നുമില്ല. ഓരോ നമ്മള് കളക്ഷൻ സംഭവം ചെയ്യാറില്ല, കളക്ഷൻ ചെയ്യാറില്ല നമ്മള്. കുട്ടികള് ഈ ലെവലിൽ ഡിഫറെന്റ്, ഇപ്പൊ നമ്മുടെ എന്താ പറയാ, അതിന്റെ പേര് കിട്ടണല്ലോ, കളക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോ ഇപ്പൊ പക്ഷികളുടെ തൂവലുകൾ കളക്ട് ചെയ്യാറുണ്ട്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പക്ഷികളുടെ ഫെദർ കളക്ഷൻ അല്ലെ. അതേപോലെ സ്റ്റാമ്പ്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള ലീഫ് കളക്ഷൻ, അതാണ് കിട്ടാൻ, ലീഫ് കളക്ഷൻ ചെയ്യാറുണ്ട്. ദെൻ സീഡ് കളക്ട് ചെയ്യാറുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ നമ്മുടെ മിസ് പലതരത്തിലുള്ള മണ്ണ് കളക്ഷൻ ഉണ്ടായിരുന്നു. മണ്ണ് കളക്ഷൻ ഉണ്ടായിരുന്നു, സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടായിരുന്നു അല്ലെ, കോയിൻസ്. ഇതൊക്കെ പണ്ട് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിരുന്ന ആക്ടിവിറ്റീസ്, ഹോം അസൈൻമെന്റ്സുകളാണെന്നൊക്കെ. അതൊക്കെ ഒരു ക്ലാസ് റൂം സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസുകൾ തന്നെയാണ് കേട്ടോ. ഇനി സെൽഫ് സ്റ്റഡി ഓർ അസിമിലേഷൻ. എന്താണ് സെൽഫ് സ്റ്റഡി ഓർ അസിമിലേഷൻ എന്ന് പറയുന്നത്? അതെങ്ങനെയുള്ള ആക്ടിവിറ്റീസിലാണ് നമ്മൾ ചെയ്യുന്നത്? സെൽഫ് സ്റ്റഡി, സ്വയം പഠിക്കുകയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഹോം അസൈൻമെന്റ്സും എങ്ങനെയാണ് കുട്ടികൾ സെൽഫ് സ്റ്റഡി അല്ലേ ചെയ്യുന്നത്? അവരത് കണ്ടെത്തുകയാണ് അല്ലെ. ഇപ്പൊ പ്യൂപ്പ വിരിയുന്നതാണെങ്കിൽ കുട്ടികൾ അത് കണ്ടെത്തുന്ന പ്രവർത്തനങ്ങളാണ് അല്ലെ. അതോടൊപ്പം തന്നെ എന്താണ്, വിദ്യാർത്ഥിയുടെ അറിവ് വർദ്ധിപ്പിക്കാൻ ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളുണ്ട്, സെൽഫ് സ്റ്റഡി, അസിമുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവർ സ്വയം അറിഞ്ഞ് പഠിക്കുകയാണ്. തൊട്ടും കണ്ടും അറിഞ്ഞാണ് കുട്ടികൾ അത് പഠിച്ചെടുക്കുന്നത്. ഓക്കെ, അതായത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രകൃതിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അവര് നേരിട്ട് കണ്ടറിഞ്ഞാണ് അവിടെ പഠിക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ് അത് സെൽഫ് സ്റ്റഡി ആൻഡ് അസിമുലേഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ ക്ലാസ് റൂം മാനേജ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഡിവൈസസ് കൂടിയാണ് കേട്ടോ. ദെൻ അതേപോലെ തന്നെ ട്യൂട്ടോറിയൽ ക്ലാസ്സുകൾ, ട്യൂട്ടോറിയൽ ഫോർ റെമഡിയൽ ടീച്ചിങ്, ട്യൂട്ടോറിയൽസ് ഫോർ റെമഡിയൽ ടീച്ചിങ്. എന്താണ് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്? റെമഡി എന്ന് പറയുന്നത് എന്താ? റെമഡിയൽ സൊല്യൂഷൻ. ഒരു സൊല്യൂഷൻ ആണ്. എങ്ങനെയുള്ള കുട്ടികൾക്കുള്ള സൊല്യൂഷൻ ആണത്? അല്ലെ, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? അവർക്ക് വേണ്ട പരിശീലനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കുട്ടികളെ ഏറ്റവും മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് റെമഡിയൽ ടീച്ചിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. ഇനി ആക്ഷൻ റിസർച്ച്, അടുത്ത ഡിവൈസ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിവൈസ് ആണ് ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. എന്താണ് ആക്ഷൻ റിസർച്ച് എന്നറിയാമോ? കേട്ടിട്ടുണ്ടോ? കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അല്ലെ റിസർച്ച് ചെയ്യുന്നത്. ഗവേഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ, പുതിയ കാര്യങ്ങൾ കണ്ടെത്താം. അപ്പൊ ആക്ഷൻ റിസർച്ച് ക്ലാസ് റൂമിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ വ്യക്തിഗതമായിട്ടുള്ള പഠന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന്, കുട്ടികളുടെ വ്യക്തിഗതമായിട്ടുള്ള പഠന പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത്. ഓക്കെ, അതിനാൽ 5 സ്റ്റെപ്സുകളുണ്ട്. നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് പോകണം കുട്ടികളെ. ആക്ഷൻ റിസർച്ച് ചെയ്യണമെങ്കിൽ ഒരു ടീച്ചറാണ് അത് ചെയ്യുന്നത് അല്ലെ. ടീച്ചറിന് 5 സ്റ്റെപ്സുകളിലൂടെയാണ് ടീച്ചർ കടന്നു പോകുന്നത്. 5 സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്യാം കേട്ടോ. ഏതൊക്കെയാണ്? ഫസ്റ്റ്, ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. ആക്ഷൻ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താണ്? ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്നാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് അല്ലെ. ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്?
പ്ലാനിങ്, പ്രോബ്ലം കണ്ടുപിടിച്ചു. ഇനി ടീച്ചർ എന്താ ചെയ്യാൻ പോകുന്നത്? ആ പ്രശ്നം പരിഹരിക്കാനുള്ള പ്ലാൻ ചെയ്യുന്നതാണ് എന്ത്? പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്ലാനിങ്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ആക്ഷൻ. പ്ലാൻ ചെയ്ത് കഴിഞ്ഞു ടീച്ചറിന് എന്ത് ചെയ്യുന്നു? ആക്ഷൻ. ആക്ഷൻ മീൻസ് അത് നടപ്പിലാക്കുന്നു. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആക്ഷൻ ആണ് കേട്ടോ. ആക്ഷൻ, അത് നടപ്പിലാക്കുന്നു. അത് നടപ്പിലാക്കുന്നു, ആക്ഷൻ. ദെൻ നടപ്പിലാക്കിയതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവേഷൻ ആണ്. ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ. ടീച്ചർ കുട്ടികളുടെ ഫലങ്ങൾ, കുട്ടികളുടെ റിസൾട്ടുകൾ നിരീക്ഷിക്കുകയാണ്. ആ കുട്ടിയുടെ റിസൾട്ട് എന്താണെന്ന് ടീച്ചർ ഒബ്സർവ് ചെയ്യാണ്. എന്ത്? ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒബ്സർവേഷൻ, ഫലങ്ങൾ നിരീക്ഷിക്കുന്നു. നെക്സ്റ്റ് വൺ, റിഫ്ലക്ഷൻ. അടുത്ത സ്റ്റെപ്പ്, ഫിഫ്ത് സ്റ്റെപ്പ്, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ, REFLECTION, റിഫ്ലക്ഷൻ. റിഫ്ലക്ഷൻ. കുട്ടിയുടെ പഠന ഫലങ്ങൾ വിലയിരുത്തി അസസ് ചെയ്തുകൊണ്ട് എന്താണ്? ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കുന്നു. കുട്ടികളുടെ പഠന ഫലങ്ങൾ വിലയിരുത്തിയതിനു ശേഷം എന്താണ്? ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ അതെല്ലാം കൊടുക്കുന്നത് എപ്പോഴാണ്? റിഫ്ലക്ഷൻ എന്ന സ്റ്റേജിലാണ്. ഓക്കെ, അപ്പൊ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നതിന് 5 സ്റ്റെപ്സ് ആണ്. ഓക്കെ, അതായത് ഒരു കുട്ടിയുടെ വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ആക്ഷൻ റിസർച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? 5 സ്റ്റെപ്സ് ഓറിയന്റഡ് ആണ് അല്ലെ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ട ടീച്ചർ പ്ലാൻ ചെയ്യുന്നു, ദെൻ അതിന്റെ ആക്ഷൻ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു, റിഫ്ലക്ഷൻ കണ്ടെത്തുന്നു. ഓക്കെ, അങ്ങനെയാണ് ആക്ഷൻ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത് ക്ലാസ് റൂമിനകത്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. കുട്ടികളുടെ വ്യക്തിഗതമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്ന ഒരു റിസർച്ച് ആണ് എന്ത്? ആക്ഷൻ റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സപ്പോർട്ടിംഗ് സർവീസസ് കൂടെ ഉണ്ട്. ഡിവൈസ് ഏതാണ്? ഗൈഡൻസ് സർവീസസ്. എന്താണ് കുട്ടികളെ ഗൈഡൻസ് സർവീസസ്? ഗൈഡൻസ് സർവീസസ് ആവശ്യമുള്ള ഗൈഡൻസ് കൊടുക്കുക. ആവശ്യമുള്ള ഗൈഡൻസ്. എപ്പോഴാണ് നമ്മൾ കുട്ടികൾക്ക് ഗൈഡൻസ് കൊടുക്കേണ്ട സിറ്റുവേഷനുകൾ? കുട്ടികൾക്ക് നമ്മൾ ശരിയായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? വ്യക്തമായിട്ടുള്ള ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. യെസ്, അതായത് ഇപ്പോൾ എക്സാം റിലേറ്റഡ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പ്രോബ്ലവുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും, കുട്ടികളുടെ ബിഹേവിയർ പ്രോബ്ലം ആയിരിക്കും, എന്ത് വേണമെങ്കിലും കുറിച്ച് അല്ലെ. എന്തിനു വേണ്ടിയിട്ടും നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? കുട്ടികൾക്ക് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അവർ ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഓക്കെ, ഒരു അധ്യാപകൻ അത് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ക്ലാസ് മുറിയിൽ ഓറിയന്റഡ് ആയിട്ട് ചെയ്യാം, വ്യക്തിഗതമായിട്ട് കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ഗൈഡൻസ് കൊടുക്കാം, ദെൻ പാരന്റ്സ് ഓറിയന്റഡ് ആയിട്ട് കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഗൈഡൻസ് സർവീസസുകൾ ക്ലാസ് റൂമിൽ കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദീസ് ആർ ദ സപ്പോർട്ടിംഗ് ഡിവൈസസ് ഓഫ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അപ്പൊ ഈ സപ്പോർട്ടിംഗ് ഡിവൈസസുകളുടെ പേരുകൾ എല്ലാവരും പഠിക്കണേ. ഏതൊക്കെ സപ്പോർട്ടിംഗ് ഡിവൈസസിലാണ് നമുക്കുള്ളത്? ലാബ്, ഫീൽഡ് വർക്ക്സ്, library study, educational excursion, home assignments, self-study, tutorials or remedial teaching and action research and guidance services. ഓക്കെ, ഇതെല്ലാം ഓരോ സബ്ജക്റ്റിന് ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സപ്പോർട്ടിംഗ് ഡിവൈസസുകൾ ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? നെക്സ്റ്റ് ടീച്ചർ റോളിന്റെ ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് കേട്ടോ. ടീച്ചർ റോളിന്റെ ക്ലാസ് റൂം മാനേജ്മെന്റ് നമ്മുടെ ഒരു ഭാഗം ഇവിടെ കിടക്കുന്നുണ്ട്, എന്നെ ഓർമ്മിപ്പിക്കണേ. ക്ലാസ് റൂമിനകത്ത് ടീച്ചർ എങ്ങനെയുള്ളൊരു റോളാണ് കണ്ടക്ട് ചെയ്യുന്നത്? ടീച്ചർ എന്നൊരു റോള് മാത്രമാണോ ടീച്ചർ ചെയ്യുന്നത്? ടീച്ചർ മാത്രമാണോ ടീച്ചർ? അധ്യാപിക എന്ന റോള് മാത്രമാണോ ടീച്ചറാണ് കൈകാര്യം ചെയ്യുന്നത്? ആവുന്നുണ്ട് ടീച്ചർ? ഒരു ടീച്ചർ ആവുന്നുണ്ട്, ഫിലോസഫർ ആവുന്നുണ്ട്, ഗൈഡ് ആവുന്നുണ്ട്, റിസർച്ചർ ആവുന്നുണ്ട്, ഒരു മാനേജർ ആവുന്നുണ്ട്, ഒരു ലീഡർ ആവുന്നുണ്ട്. അങ്ങനെ ഒത്തിരി, ഒരു 6 റോൾസ് എങ്കിലും ടീച്ചേഴ്സ് ക്ലാസ്സിനകത്ത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയില് മാം ടീച്ചർ നഴ്സാണ്,
അതുപോലെ ഡോക്ടറാണ്, വക്കീലാണ്, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അപ്പൊ ടീച്ചറിന്റെ പിന്നെ റോള്, ഒരു കോഴ്സിന്റെ ക്ലാസ്സിലെ പേര് റോള്. പോയി അല്ലേ? ഓക്കെ, നല്ല കാര്യം. അങ്ങനെയാണ് നമ്മളെല്ലാം ആണല്ലേ. ശരിക്കും പറഞ്ഞാൽ നഴ്സാണ് ഒരു കുട്ടിക്ക് പാടലുണ്ടായി നമ്മൾ ചികിത്സിക്കാറില്ലേ, വേണ്ട പരിചരണം കൊടുക്കാറില്ല ഒരു നഴ്സ് എന്ന പോലെ. ഓക്കെ, ശിക്ഷ പോലീസ് ആവാറുണ്ട് ചില സമയത്ത് അല്ലെ, ശിക്ഷാ നടപടികൾ കൊടുക്കാറുണ്ട്, മജിസ്ട്രേറ്റ് ആവാറുണ്ട്, നമ്മൾ ഉത്തരവ് ഉറപ്പിക്കാറുണ്ട്, അങ്ങനെ പല രീതിയിൽ റോൾസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ പ്രൊഫഷനും കൂടി ചേർന്ന ഒരു പ്രൊഫഷനാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയേണ്ടി വരും അല്ലെ. ശരിയാണ്. ക്ലീനറും ആകാറുണ്ട്. ട്രെയിനറോ എന്ത് വേണമെങ്കിലും ആവാം അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ കിട്ടിയതിൽ നമ്മൾ ദൈവത്തിനോട് തന്നെ നന്ദി പറയാം. അങ്ങനെ എല്ലാവർക്കും ടീച്ചേഴ്സ് ആവാൻ പറ്റില്ല. ഒരു ഗ്രേസ്ഫുൾ ആ ഒരു ഗ്രേസ് എപ്പോഴുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനും അതിലേക്ക് നമ്മൾ അറിയാണ്ട് പോലും എത്തിപ്പെടുള്ളൂ. ഓക്കെ, ചിലവർ ആഗ്രഹിച്ച് എത്തിച്ചേരുന്നവരുണ്ട് അല്ലെ, ടീച്ചർ ആവാൻ ആഗ്രഹിച്ചവരുണ്ട്, പക്ഷെ അറിയാതെ വന്നവരുണ്ട്, പിന്നെ നിയോഗം കൊണ്ടൊക്കെ വന്നവരുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ ഓർക്കുക, ഏറ്റവും ദൈവികമായ ഒരു പ്രൊഫഷൻ തന്നെയാണ് കേട്ടോ. മെഡിക്കൽ ഫീൽഡ് പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണ് ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിൽ ദൈവം തെരഞ്ഞെടുത്തതിൽ നമ്മൾ അതിനെ ദൈവത്തിനോട് നന്ദി പറയും, എന്നാണ് വേണ്ടത്. നമ്മുടെ ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ ദിവസം ഒരു ടീച്ചറിനെ കുറിച്ച് ഒരു പ്രസംഗം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചീഫ് മിനിസ്റ്റർ ആ ടീച്ചർ ഈ മിസ് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ദൈവികമായിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. കാരണം അവരുടെ കൈകളിൽ നിന്നാണ് ബാക്കിയുള്ള പ്രൊഫഷൻസ് ഉണ്ടാവുന്നതല്ലോ. ബാക്കി എല്ലാ പ്രൊഫഷനും ഈ പ്രൊഫഷനിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ശരിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അഭിമാനിക്കാം. പക്ഷെ നമുക്ക് നല്ല ടീച്ചറായി കഴിയാൻ പറ്റണം അല്ലെ. നമുക്ക് നല്ല ടീച്ചിങ് കപ്പാസിറ്റി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ഈ പ്രൊഫഷന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ അല്ലെ. അതെല്ലാം കൂടി കൊണ്ടുവരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചറായി മാറാൻ നല്ല കഷ്ടപ്പാടുണ്ട്. പിന്നെ അപ്പൊ നമുക്ക് നോക്കാം ടീച്ചർ റോളിനെ ക്ലാസ് റൂമിൽ. ആദ്യത്തെ റോൾ എന്താണ്? റോൾ ആസ് എ ടീച്ചർ. ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ടീച്ചർ എന്ന് പറയുന്ന ആളുടെ മെയിൻ ഡ്യൂട്ടി എന്താണ്? ടീച്ചർ ആസ് എ അധ്യാപിക എന്ന നിലയിൽ, ആസ് എ ടീച്ചർ എന്ന നിലയിൽ പറഞ്ഞേ. പഠിപ്പിക്കുക, വിദ്യ പകർന്നു, ടീച്ച് ചെയ്യുക. ടീച്ച് ചെയ്യുക അല്ലെ. അവർക്ക് വേണ്ട അവരുടെ ലേണിംഗ് പ്രോസസ്സിനെ ഏറ്റവും ഭംഗിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് എന്ത് അധ്യാപികർക്ക് ക്ലാസ് റൂമിൽ ഒരു ടീച്ചർ എന്ന രീതിയിലുള്ള ഒരു പദവി പറയുന്നത് അല്ലെ. യെസ്, അതായത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു റോളും അത് തന്നെയാണ് അല്ലെ. ടീച്ചർ എന്ന നിലയിൽ കുട്ടികളുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു റോളും അധ്യാപിക എന്ന റോള് തന്നെയാണ് അല്ലെ. യെസ്, ടീച്ചിങ് ഈസ് എ നോബിൾ പ്രൊഫഷൻ എന്ന് പറയുന്നത് എന്താണ്? ടീച്ചർ ഇസ് എ നോബിൾ പ്രൊഫഷൻ. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്നത്? നോബിൾ, നോബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നോബിൾ, നോബിൾ എന്തായിരിക്കും? കൈൻഡാണോ? കണികയോ? എന്താണോ? ദയുള്ള, ദയ, ദൈവികമായ ഒരിതാണോ? ദൈവികമായ എന്നാണോ? മാന്യമായ. ഒരു ഒരൊറ്റ വേർഡ് ഉണ്ട് അതിന്, ഒറ്റ വേർഡ്. ദൈവികമായി എന്നാണോ? മാന്യമായ, ബഹുമാനിക്കാവുന്ന എന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെ. ബഹുമാനിക്കാവുന്ന പ്രൊഫഷൻ തന്നെ ഇത് ഏറ്റവും ആണോ? അല്ലെങ്കിൽ കുലീനമായ എന്നൊക്കെ പറയാം അല്ലെ. യെസ്, നല്ല മനസ്സെന്ന് വേണമെങ്കിൽ പറയാം. നോബിൾ മൈൻഡഡ് എന്നൊക്കെ പറയുമ്പോൾ നല്ല മനസ്സ്, അല്ലെങ്കിൽ ശ്രേഷ്ഠമായ, വിശിഷ്ടമായ, ശ്രേഷ്ഠമായ, എന്ത് വേണമെങ്കിലും. ഇപ്പൊ നമ്മള് ടീച്ചർമാരായതുകൊണ്ട് നമ്മൾ ഇതിനെ എങ്ങനെ വേണമെങ്കിലും പൊക്കി പറയും അല്ലെ. യെസ്, അപ്പൊ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന ഒരു പ്രൊഫഷനാണ് എന്ത്? ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുന്നത് അല്ലെ. യെസ്, അപ്പൊ ഒരു ടീച്ചർ ആയിരിക്കാം. ടീച്ചറിന്റെ ബിഹേവിയർ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ക്ലാസ് റൂമിനെ ഏറ്റവും മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അധ്യാപിക എന്ന നിലയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, മാത്രമല്ല കുട്ടികളുടെ ഓരോ സ്വഭാവത്തിന്, സ്റ്റുഡൻസിന്റെ ആ ഒരു സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവും സഹായിക്കുന്ന ഒരു വ്യക്തി എന്ന ആ ഒരു റോളാണ് ആ ഒരു സമയത്ത് ടീച്ചർ അവിടെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇനി റോൾ ആസ് എ ഫിലോസഫർ എന്ന് പറയുമ്പോൾ എന്ത് റോളാണ് കൈകാര്യം ചെയ്യുന്നത്? ഒരു ഫിലോസഫർ ആണ്. ഫിലോസഫർ, the main job of a teacher is to interact with the knowledge of the subject content. He must have the literacy of the subject and latest development of his subject. He should have interest in subject. Research studies have found that mastery of subject is powerful predictor of the effectiveness. Role as a philosopher എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്ന വിഷയം ഏതോ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഏതോ ആയിക്കോട്ടെ, ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? എന്തുണ്ടായിരിക്കണം? അറിവുണ്ടായിരിക്കണം.
അറിവല്ല, വെറും അറിവല്ല, ഇൻഡെപ്ത് ആയിട്ടുള്ള ആഴത്തിലുള്ള അറിവുണ്ടായിരിക്കണം അല്ലെ. നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്ട് ഏതാണോ അതിനെ പറ്റിയുള്ള ആഴത്തിലുള്ള നോളജ് ഉണ്ടായിരിക്കണം. ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഈ സബ്ജക്റ്റിന്റെ പ്രാധാന്യം എന്തൊക്കെയാണ്, ഇതിൽ എന്തെല്ലാം ഡെവലപ്മെന്റ് നമ്മുടെ സബ്ജക്റ്റിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്. ആ ഒരു നിലയിൽ നല്ലൊരു ഫിലോസഫർ എന്ന റോൾ ടീച്ചർ കൈകാര്യം ചെയ്യുക. ആ ടീച്ചർ പഠിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ടീച്ചർക്ക് നന്നായിട്ട് പറയാൻ പറ്റും അല്ലെ. എന്തുകൊണ്ടാണ്? ടീച്ചറിന് ആ വിഷയത്തിൽ നല്ല രീതിയിൽ നോളജ് ഉണ്ട്. ഓക്കെ, എനിക്ക് എന്ത് പഠിപ്പിക്കുമ്പോഴും എനിക്ക് സൈക്കോളജി പഠിപ്പിച്ചാൽ മാത്രമേ എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി എന്ത് പഠിപ്പിക്കുന്ന പോലെയല്ല, സൈക്കോളജി എന്റെ വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി ഹാൻഡിൽ ചെയ്യുമ്പോൾ എനിക്ക് വാക്കുകൾ അറിയാതെ തന്നെ വരാറുണ്ട്. ഓക്കെ, ഞാൻ അതാണ് മെയിൻ പഠിപ്പിക്കുന്നത്, എന്റെ ടോപ്പിക് അതാണ് കേട്ടോ. യെസ്. പക്ഷെ മറ്റു വിഷയങ്ങളിലേക്ക് വരുമ്പോൾ ചില രീതിയിൽ വ്യതിചലനം സംഭവിക്കാം. മീൻസ് ഇടക്കിടക്ക് നമ്മൾ സ്റ്റക്ക് ആവണം. എന്തുകൊണ്ടാണ്? നമുക്ക് ആ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയമല്ല അത് അല്ലെ. അപ്പൊ അതിനാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടും. ഓക്കെ, അപ്പൊ പഠിപ്പിക്കുന്ന കണ്ടന്റ് ഏതാണോ നമ്മുടെ സബ്ജക്ട് അതിനെപ്പറ്റി നമുക്ക് ആഴത്തിലുള്ള അറിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മാത്രമല്ല ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിസർച്ച് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഗവേഷണങ്ങളോ അല്ലെങ്കിൽ മറ്റ് ക്ലാസ് റൂം റിലേറ്റ് ചെയ്ത് വരുന്ന എന്ത് കാര്യങ്ങൾ നമുക്ക് ആസ് എ ഫിലോസഫർ എന്ന രീതിയിൽ നമുക്കത് കണ്ടക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ടീച്ചർ ഒരു അധ്യാപിക എന്ന റോള് മാത്രമല്ല, ഒരു ഫിലോസഫർ എന്ന റോള്, അതായത് തന്റെ സബ്ജക്റ്റിൽ ഏറ്റവും അറിവുള്ള വ്യക്തി എന്ന രീതിയിലും ടീച്ചർ ഫിലോസഫർ എന്ന റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റോൾ ആസ് എ ഗൈഡ്. ടീച്ചർ ഒരു ഗൈഡ് ആണോ? റോൾ ആസ് എ ഗൈഡ്, എങ്ങനെയാണ് ഗൈഡ് ചെയ്യുന്നത്? Teacher job is to help students with their personal and learning problems. It has to deal with students' problems, really to provide awareness of the cause of them. The curative teaching is arranged for weak students. ടീച്ചർ പലപ്പോഴും ഗൈഡ് എന്ന റോള് കൈകാര്യം ചെയ്യുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് ഗൈഡ് ആവുന്നത്? കുട്ടികളുടെ ലേണിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസോ പേഴ്സണൽ പ്രോബ്ലംസോ വരുന്ന സമയത്ത് അല്ലെ, കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള പ്രോബ്ലം വരുന്ന സമയത്തോ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവുന്ന സമയത്തും ടീച്ചർ ഒരു ഗൈഡ് എന്ന രീതിയിൽ പ്രവർത്തിക്കാറുണ്ട് അല്ലെ. അതായത് കുട്ടികളുടെ പ്രോബ്ലം കൃത്യമായി അനലൈസ് ചെയ്ത് അസസ് ചെയ്ത് അതിനുള്ള സോൾവിംഗ് മെത്തേഡ്സുകൾ പറഞ്ഞു കൊടുക്കാനായിട്ടുള്ള ഒരു ഗൈഡായിട്ടും ആര് പ്രവർത്തിക്കുന്നുണ്ട്? ടീച്ചർ പ്രവർത്തിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് വീക്ക് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള അതിന്റെ പരിഹാരം, ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള എല്ലാ മെത്തേഡ്സും സ്വീകരിക്കുന്ന ഒരു ഗൈഡ് എന്ന റോളും ടീച്ചർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? റോൾ ആസ് എ ഗൈഡ് എന്ന് പറയുന്നത് ടീച്ചർ ഒരു ഗൈഡ് കൂടിയാണ്. ഓക്കെ, യെസ്, നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് നിർത്താം കേട്ടോ. ദെൻ റോൾ ആസ് എ റിസർച്ചർ. റോൾ ആസ് എ റിസർച്ചർ ആണോ ടീച്ചർ? അതെ, എങ്ങനെയാണ് ടീച്ചർ റിസർച്ച് ചെയ്യുന്നത്? Teacher should have the capacity to deal with the problems of classroom management. He should have the knowledge and dexterity of the using action research. Classroom management problems can be solved with the help of an action research project. Okay, ഇപ്പൊ നമ്മൾ ആക്ഷൻ റിസർച്ച് എന്നൊരു ഭാഗം നേരത്തെ പഠിച്ചില്ലേ? ആക്ഷൻ റിസർച്ചിൽ ടീച്ചർ എന്താ ചെയ്തത്? കുട്ടിയുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു പ്രോബ്ലം കണ്ടെത്തിയതിനു ശേഷം അതിന് വേണ്ട പ്രൊസീജിയേഴ്സിലൂടെ എന്ത് ചെയ്തു? ടീച്ചർ ആ പ്രോബ്ലം പരിഹരിച്ചു അല്ലെ. യെസ്, അപ്പൊ കുട്ടികളിലെ വ്യക്തിപരമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെന്ന് ആദ്യം കണ്ടെത്താൻ പറ്റണം അല്ലെ. അതൊരു ക്വാളിറ്റിയാണ്. റിസർച്ചർ എന്ന നിലയിൽ പ്രോബ്ലം എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്താൻ പറ്റുമ്പോൾ മാത്രമേ അതിന് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഒരു പ്രശ്നം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണെന്ന് വിചാരിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. യെസ്, അപ്പൊ അത്തരം സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ടീച്ചറിന് ഉണ്ടായിരിക്കണം. ആ ഒരു നിലയിൽ ടീച്ചർ റിസർച്ചർ എന്ന റോള് കൂടി അവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി റോൾ ആസ് എ മാനേജർ. റോൾ ആസ് എ മാനേജർ, ടീച്ചറിന് മാനേജറുടെ ഡ്യൂട്ടി കൂടി ചെയ്യാം ആണോ? എന്താണ് മാനേജർ എന്ന രീതിയിൽ ടീച്ചറിന് അർത്ഥമാക്കുന്നത്? Teacher should know the functions, authorities and responsibilities of a manager. ടീച്ചറിന് വ്യക്തമായിട്ട് അറിയാം. ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും സ്കൂൾ ആണെങ്കിലും എന്താണ് ഒരു ഫംഗ്ഷൻ, അവിടെ നടക്കുന്ന ഫംഗ്ഷൻസിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഒരു അതോറിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലെങ്കിൽ ഒരു മാനേജർ എങ്ങനെയായിരിക്കണം എന്നതിനെ പറ്റി ടീച്ചറിന് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് അല്ലെ. യെസ്, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, എങ്ങനെ സൂപ്പർവൈസിങ് ചെയ്യണം, എങ്ങനെ ഡയറക്ട് ചെയ്യണം, എങ്ങനെ കോർഡിനേറ്റ് ചെയ്യണം, എങ്ങനെ കൺട്രോൾ ചെയ്യണം. എന്തിനെ? ടീച്ചിങ് പ്രോസസ്സിനെ. അതായത് ഇവിടെ മാനേജർ എന്ന് പറയുന്നത് ടീച്ചിങ് പ്രോസസ്സിന്റെ മാനേജറായിട്ട് പ്രവർത്തിക്കുന്ന ആരാണ്?
ടീച്ചറാണ് അല്ലെ. ഈ ടീച്ചിങ് പ്രോസസ് നമുക്ക് എങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും? നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത്, കോർഡിനേറ്റ് ചെയ്ത്, ഓർഗനൈസ് ചെയ്ത്, പ്ലാൻ ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഓക്കെ, അതായത് എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടല്ലോ അതൊക്കെ വ്യക്തമായിട്ട് പരിഹരിക്കാനും അത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ കപ്പാസിറ്റിയും ആർക്കുണ്ട്? ടീച്ചറുണ്ട്. അപ്പൊ ആ ഒരു നിലയിൽ ഒരു ഓർഗനൈസേഷൻ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാനേജർ എന്ന റോള് കൂടി, അല്ലെങ്കിൽ ഒരു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു മാനേജർ എന്ന റോള് കൂടി ടീച്ചർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഒരെണ്ണം കൂടി ഉണ്ട് കഴിഞ്ഞ കേട്ടോ. റോൾ ആസ് എ ലീഡർ. ഇതൊന്ന് നിങ്ങൾ പറയോ? റോൾ ആസ് എ ലീഡർ. ടീച്ചർ ഒരു ലീഡർ എന്ന റോള് കൈകാര്യം ചെയ്യുന്നുണ്ടോ? അതൊന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. റോൾ ആസ് എ ലീഡർ. ടീച്ചർ ക്യാപിറ്റൻസി നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്. വാട്ട് ഈസ് മീൻ ക്യാപിറ്റൻസി? ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ക്യാപ്റ്റൻ അല്ലെ ക്യാപിറ്റൻസി എന്ന് പറയുമ്പോൾ നേതൃത്വ സ്വഭാവമുള്ളവരാണ് അല്ലെ. ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തിയാണ് ആര്? ടീച്ചർ. ടീച്ചറിന് നേതൃത്വം വഹിക്കാൻ പറ്റാറുണ്ടോ? ടീച്ചർ നേതൃത്വം വഹിക്കുന്നത് എന്താണ്? ക്ലാസ് റൂമിനെ നേതൃത്വം വഹിക്കും. ക്ലാസ് റൂമിനെ ഏറ്റവും നന്നായിട്ട് ലീഡ് ചെയ്യുന്ന വ്യക്തി എന്ന് പറയുന്ന ആരാണ്? ടീച്ചർ അല്ലേ? ആണോ? യെസ്. അപ്പൊ അക്കാദമിക് ആയിട്ടുള്ള എല്ലാത്തരം ലീഡർഷിപ്പ് ഫംഗ്ഷൻസും കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയുമാണ് ആര്? ടീച്ചർ എന്ന നിലയിൽ അല്ലെ. അതായത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാത്തരം ട്രെയിനിങ്ങും ഇൻസ്ട്രക്ഷൻസ്, ദെൻ അതേപോലെ തന്നെ എന്താണ് ക്ലാസ് റൂം ആക്ടിവിറ്റീസ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നോൺ ടീച്ചിങ് സ്റ്റാഫുകളുടെ പ്രവർത്തനങ്ങളായിക്കോട്ടെ, എന്ത് പ്രവർത്തനങ്ങളാണെങ്കിലും ഇതിനൊക്കെ മുന്നിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ മുന്നിൽ ആസ് എ ഒരു ലീഡർ എന്ന നിലയിൽ കുട്ടികൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള റോള് കൂടി ആര് ചെയ്യുന്നുണ്ട്? ടീച്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ ടീച്ചർ നമുക്ക് ഏത് റോള്, ലീഡർ എന്ന റോള് കൂടി ടീച്ചർ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് ചെയ്യുന്ന റോൾസിന്റെ കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ് കേട്ടോ. ടീച്ചർ ഏറ്റവും നല്ല രീതിയിൽ നേതൃത്വം വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ പഠിച്ചത് എന്തിനെ കുറിച്ചിട്ടാണ്? ടീച്ചർ റോൾ ഇൻ ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലെ. ടീച്ചർ ഏതൊക്കെ റോൾസ് കൈകാര്യം ചെയ്യുന്നുണ്ട്? റോൾ ആസ് എ ലീഡർ, മാനേജർ, റിസർച്ചർ, ഗൈഡ്, ഫിലോസഫർ ആൻഡ് ടീച്ചർ അല്ലെ. അങ്ങനെ 6 റോൾസ്, പ്രധാനമായിട്ട് ഈ 6 റോൾസ് ചെയ്യുന്നുണ്ട്. 6 6 കൂടുതൽ റോൾസ് വരുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഒരു ക്ലാസ് റൂം മാനേജ്മെന്റിനകത്ത് ഈ 6 സ്പെസിഫിക് റോൾസുകളാണ് ടീച്ചർ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ വളരെ? യെസ്. ഓക്കെ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഒരു ഭാഗം കൂടി എടുക്കാനുണ്ട് കേട്ടോ, അതൊന്ന് ഓർമ്മിപ്പിച്ചേക്കണം, മറന്നുപോയാലേ. നടക്കില്ല. ശരി, അപ്പൊ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.